ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാത്ത ഭാര്യ. കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നും. പക്ഷേ പലയിടത്തും ഇത് സംഭവിക്കുന്നുണ്ട്. എന്നെ ഇന്നലെ രാത്രി ഏകദേശം 10:30 മണിയാവുമ്പോൾ മലേഷ്യയിൽ ജോലി ചെയ്യുന്ന കണ്ണൂരുകാരനായ ഒരു വ്യക്തി വിളിച്ചിരുന്നു. അദ്ദേഹം കർണാടകയിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തിനോട് അടുത്ത സ്ഥലത്തു നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആ ദിവസം മുതൽ ഭാര്യ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന രീതിയിൽ തന്നെ പെരുമാറുകയാണ്. ഒരിക്കലും ലൈംഗിക ബന്ധത്തിന് പോലും സമ്മതിക്കുന്നില്ല. നിങ്ങൾ നിറം കുറഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്, എനിക്ക് നിങ്ങളെക്കാൾ വളരെ സുന്ദരനായ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഒഴിഞ്ഞു മാറുന്നത്. അവസാനം ആദ്യമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. വളരെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അങ്ങനെ ഏർപ്പെടാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രലോഭനങ്ങൾ ആവശ്യമായി വരുന്നു. ചിലപ്പോൾ ഐഫോൺ നൽകുമെന്ന് പറയേണ്ടി വരുന്നു. അതല്ലെങ്കിൽ മലേഷ്യയിലേക്ക് ഒരു ടൂർ കൊണ്ടുപോകാം എന്ന് പറയേണ്ടി വരുന്നു. ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അയാൾ. ഇതൊക്കെ ചെയ്തിട്ടാണ്, പ്രലോഭിപ്പിച്ചിട്ടാണ് പലപ്പോഴും ലൈംഗിക ബന്ധത്തിന് തന്നെ ഭാര്യ സമ്മതിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഥ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ വേദനിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ട ഇത് കേൾക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ താല്പര്യത്തിൻ്റെ പുറത്തല്ലാതെ വിവാഹം എന്ന് പറയുന്ന വലിയൊരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കരുത്. നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്നാണെങ്കിൽ മറ്റു പല എക്സ്ക്യൂസുകളും പറഞ്ഞ് അത് ഒഴിവാക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയേ ചെയ്യരുത്. ഒരു പുരുഷൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ അതിൻ്റെ പ്രഥമമായ ഉദ്ദേശം തന്നെ അയാളുടെ ലൈംഗികമായ ആവശ്യം നിറവേറ്റുക എന്നുള്ളതാണ്. പ്രാഥമികമായി അവിടെ നടക്കേണ്ടത് അതാണ്. അതുപോലും നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിവാഹം ചെയ്യുന്നത്? ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. 5 വർഷത്തോളമായി അദ്ദേഹം ഈ ഒരു ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഓർത്തിട്ട് മാത്രമാണ് അയാൾ ഇപ്പോഴും ആ ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അദ്ദേഹം മതപരമായ, ധാർമ്മികപരമായ പല ബാധ്യതകളെയും മനസ്സിൽ കണ്ടുകൊണ്ട് തൻ്റെ ഭാഗത്തു നിന്ന് തെറ്റ് സംഭവിക്കരുത് എന്ന് വിചാരിച്ച് പരമാവധി ഭാര്യയ്ക്ക് എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ അത്രയും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യരൊരിക്കലും ക്രൂരമായി വേട്ടയാടരുത്. നിങ്ങൾക്കിഷ്ടമില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകണം. അതല്ല, നിങ്ങൾക്ക് ഇത്തരം കാര്യത്തിൽ താല്പര്യമില്ല എന്ന് നേരത്തെ ഉറപ്പാണെങ്കിൽ ഒരു മനുഷ്യനെ എന്തിനാണ് വെറുതെ നോവിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.